പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ ആഗോള വൻശക്തിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്ക കെട്ടിയുയർത്തിയ വ്യാജ വൻമതിലുകൾ ഓരോന്നായി തകർന്നടിയുന്നു എന്നുള്ള സൂചനകളാണ് വരുന്നത്. ആഗോള സൈനിക കരുത്തിൻ്റെയും സാമ്പത്തിക മേധാവിത്വത്തിൻ്റെയും അഹങ്കാരവുമായി ഇറാനെ മുട്ടുകുത്തിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട വാഷിങ്ടണിന് ഇന്ന് കൃത്യമായ പലിശ സഹിതമുള്ള മറുപടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഗർവിനെ പശ്ചിമേഷ്യൻ മണ്ണിൽ തച്ചുടക്കുന്ന കാഴ്ചയ്ക്കാണ് ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതും ആർക്കും തകർക്കാൻ കഴിയാത്തതുമായ വ്യോമ പ്രതിരോധ കവചമെന്ന് അമേരിക്ക ലോകമെമ്പാടും പരസ്യം ചെയ്ത പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇറാൻ്റെ ലളിതവും എന്നാൽ അതീവ മാരകവുമായ ഷാഹേദ് ഡ്രോണുകൾക്ക് മുന്നിൽ തകർന്നടിഞ്ഞു നിൽക്കുന്ന അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ ദീനരൂപമാണ് ഇറാഖിലെ എർബിൽ സൈനിക താവളത്തിൽ കാണാൻ സാധിക്കുന്നത്. മില്യൺ കണക്കിന് ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ വെറും തുച്ഛമായ ചെലവിൽ നിർമ്മിച്ച ഇറാനിയൻ ഡ്രോണുകൾ തകർത്തപ്പോൾ വാഷിങ്ടണിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. തങ്ങളുടെ അഭിമാനപാത്രമായ പാട്രിയറ്റ് ലോഞ്ചറുകൾ കത്തിയമർന്നതോടെ എർബിൽ വിമാനത്താവളത്തിൽ നിന്ന് അമേരിക്കൻ സൈന്യം ബാഗും മുറുക്കി പിന്മാറാൻ നിർബന്ധിതരായി. ഈ പിന്മാറ്റത്തെ മുൻകൂട്ടി നിശ്ചയിച്ച സൈനിക പുനർവിന്യാസം എന്ന് പറഞ്ഞ് അത്ര എളുപ്പം വെള്ളപൂശാൻ എത്ര ശ്രമിച്ചാലും സത്യം ലോകത്തിന് മുന്നിൽ പകൽ പോലെ വ്യക്തമാണ്. ഇറാഖിലെ മണ്ണിൽ തുടരുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് ഒളിച്ചോടുകയാണ് അമേരിക്കൻ സേന. ഇവിടെയാണ് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ സൈനിക ബുദ്ധിയും തന്ത്രപരമായ നീക്കങ്ങളും വേറിട്ട് നിൽക്കുന്നത്. അമേരിക്കയോട് നേരിട്ട് വൻകിട യുദ്ധത്തിന് പോകുന്നതിനു പകരം വാഷിങ്ടണിൻ്റെയും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും നട്ടല്ലായ സാമ്പത്തിക സമുദ്ര വ്യാപാര ശൃംഖലകളെ തകർക്കുന്ന കാലിബ്രേറ്റഡ് എക്സലേഷൻ എന്ന അതിശക്തമായ തന്ത്രമാണ് ഇറാൻ പുറത്തെടുത്തിരിക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിൻ്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക്, ചെങ്കടൽ, അതുപോലെ ഗൾഫ് മേഖലയിലെ പ്രധാന ഊർജ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇറാൻ്റെ കൃത്യമായ നിരീക്ഷണത്തിലാണ്. ഈ സമുദ്രപാതകളിൽ നേരിയ തടസ്സം സൃഷ്ടിച്ചാൽ പോലും ആഗോള സാമ്പത്തിക രംഗം വിറയ്ക്കുമെന്ന് ഇറാനും അവരുടെ റവല്യൂഷണറി ഗാർഡിനും നന്നായി അറിയാം. ആഗോള കപ്പൽ ഗതാഗതവും വ്യാപാരവും സംരക്ഷിക്കാൻ വൻതുക ചെലവഴിച്ച് യുദ്ധക്കപ്പലുകൾ ഇറക്കേണ്ടി വരുന്ന അമേരിക്കയ്ക്ക് ഇത് താങ്ങാനാവാത്ത സാമ്പത്തികവും സൈനികവുമായ ഭാരമാണ് വരുത്തിവെക്കുന്നത്. സാമ്പത്തിക തകർച്ചയും സൈനിക പ്രതിസന്ധിയും ഒരേ സമയം തലയിൽ വീണതോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് നിലപാട് മാറ്റി രംഗത്ത് വന്നത്. ഇറാനുമേൽ നടത്താനിരുന്ന വിപുലമായ സൈനികാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചുവെന്നും സമാധാന ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നുമാണ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. സമാധാന ചർച്ചകളിലൂടെ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാമെന്ന വളരെ സുന്ദരമായ വാഗ്ദാനങ്ങളുമായി അമേരിക്ക രംഗത്തിറങ്ങുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ലോകത്തിന് മനസ്സിലാകും. എന്നാൽ അമേരിക്കയുടെ ഈ നയതന്ത്ര ചതിക്കുഴികളിൽ വീഴാൻ ടെഹ്റാൻ തയ്യാറല്ല. അമേരിക്കൻ ആക്രമണം തടയാൻ തങ്ങൾ വാഷിങ്ടണിന് മുന്നിൽ ഒരു യാചനയും നടത്തിയിട്ടില്ലെന്ന് ഇറാൻ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ട്രംപിൻ്റെ അവകാശവാദങ്ങൾ വെറും വ്യാജമാണെന്നും അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപിൻ്റെ സമാധാന നാടകങ്ങളെ ഇറാൻ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഒരു വശത്ത് മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും അമേരിക്ക എന്ന ലോക പോലീസിൻ്റെ ഗർവ് തകർന്നടിയുന്ന കാഴ്ചയാണ് ഇവിടെ തെളിയുന്നത്. അത്യാധുനിക ആയുധങ്ങളുണ്ടെന്ന് അഹങ്കരിച്ച അമേരിക്ക ഇന്ന് തങ്ങളുടെ പരാജയം മറച്ചുവെക്കാൻ ന്യായീകരണങ്ങൾ തിരയുകയാണ്.